Welcome to PT special episode from Genius Academy. ആദ്യം തന്നെ ഒരു ക്ലാരിഫിക്കേഷനോട് കൂടിയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മുന്നത്തെ വീഡിയോ റിപ്പീറ്റ് സെൻറ്റൻസിൽ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു കോണ്ടന്റ് ഫ്ലുവൻസി പ്രൊനൗൺസിയേഷൻ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ കോണ്ടന്റിനൊപ്പം ഇമ്പോർട്ടൻസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ കോണ്ടന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു വേർഡ് കിട്ടിയില്ല, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്നുള്ള വേർഡ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വൈറ്റൽ എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് നിങ്ങൾക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അങ്ങനെ ആ കോണ്ടന്റ് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് പോവും. പക്ഷെ ഞാൻ പറഞ്ഞത് പ്രൊനൗൺസിയേഷനും ഫ്ലുവൻസിയും നോക്കാതെ കോണ്ടന്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് നിർത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അത് എല്ലായിടത്തും ബാധകമാണ് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ അടുത്തൊരു സെഷനായ നമ്മൾ എന്താണ് പറയുന്നത്, ഡിസ്ക്രൈബ് ഇമേജ്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിങ്ങിൽ വരുന്ന അടുത്ത ഒരു സെഷനാണ് ഡിസ്ക്രൈബ് ഇമേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസ്ക്രൈബ് ഇമേജിനെ പറ്റി നമുക്ക് കൂടുതൽ നോക്കാം. അപ്പോൾ ഡിസ്ക്രൈബ് ഇമേജ് ആ ടൈറ്റിൽ തന്നെ ഉണ്ടല്ലേ, ഡിസ്ക്രൈബ് ഇമേജ്. ഒരു ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഇമേജ് അവർ തരും, അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൈക്രോഫോണിലൂടെ വളരെ വ്യക്തമായി പറയുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 seconds ഒരു പോസ് വന്നാൽ നിങ്ങളുടെ മൈക്രോഫോൺ നിങ്ങളുടെ ഇൻപുട്ട് എടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇമേജ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇതിനകത്ത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇമേജ് തരുന്നത് ഒരു 25 സെക്കൻഡ്സോട് കൂടി ആയിരിക്കും അല്ലേ. 25 സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് ആ ഇമേജ് അവരെ കാണിക്കത്തുള്ളൂ. നിങ്ങൾ സംസാരിക്കേണ്ടത് എത്ര സെക്കൻഡാണ്? 40 സെക്കൻഡോളം നിങ്ങൾ സംസാരിക്കേണ്ടി വരും. ഓക്കെ, അതിനകത്ത് ഇപ്പം 40 സെക്കൻഡ് ഫുൾ സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ഇപ്പം നിങ്ങൾ 10 സെക്കൻഡ് സംസാരിച്ചാലും 20 സെക്കൻഡ് സംസാരിച്ചാൽ അതൊക്കെ നിങ്ങളുടെ മാർക്കിനെ ബാധിക്കും. അപ്പോൾ ട്രൈ ടു സ്പീക്ക് അല്ലേ, നിങ്ങൾ ഒരു 40 സെക്കൻഡോളം നിങ്ങൾ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഇതിനകത്ത് ഡിസ്ക്രൈബ് ഇമേജിനകത്ത് പറയുന്ന പോലെ തന്നെ 3 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. കോണ്ടന്റ്, ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. അതെ, അപ്പം ഇതിനകത്ത് എന്താണ് ഈ ഡിസ്ക്രൈബ് ഇമേജും കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഡിസ്ക്രൈബ് ഇമേജ് നിങ്ങളുടെ സ്പീക്കിംഗ് ക്വാളിറ്റിയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ സ്പീക്കിംഗ് സംസാരിക്കാൻ കഴിവുണ്ടോ, നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമാണ് ഡിസ്ക്രൈബ് ഇമേജിലൂടെ അവർ നോക്കുന്നത്. ഇപ്പം നമ്മുടെ കോണ്ടന്റ്, ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞു. ഇപ്പം ഈ 3നും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ കുറച്ചുകൂടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടന്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും തള്ളിക്കളഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ മാർക്ക് അത് ബാധകമാകാൻ ചാൻസ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കോണ്ടന്റ്, ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഫ്ലുവൻസിക്കും പ്രൊനൗൺസിയേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതും മാത്രം. അപ്പം നിങ്ങൾ വിചാരിക്കും കോണ്ടന്റിന് അപ്പം ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, പക്ഷെ അത് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ വിക്കി ഹെസിറ്റേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ടൈമിനെടുത്താൽ 40 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ബാക്കി 2 മൊഡ്യൂൾ നോക്കിയില്ലേ, അതായത് റീഡ് അലൗഡും റിപ്പീറ്റ് സെൻറ്റൻസും. അപ്പോൾ അതുപോലെ തന്നെ ഈ 3നും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് തരും. ഇമേജ് ഇപ്പം ബാർ ചാർട്ടാകാം, ലൈൻ ചാർട്ടാകാം, പൈ ചാർട്ടാകാം, മാപ്പ് ഉണ്ടാകാം, പിന്നെന്താ പറയുക, അല്ലെങ്കിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ തന്നെ നിങ്ങൾക്ക് തരും, ഫ്ലോ ചാർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് തരും. ഇത് തന്നിട്ട് നിങ്ങൾ അതിനെ കുറേ ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേർഡ്സും കീ വേർഡ്സും ഒക്കെ തരും, കുറേ ഡേറ്റാസും ഒക്കെ തരും. ഈ ഡേറ്റാസ് എല്ലാം നിങ്ങൾക്ക് 40 സെക്കൻഡ്സ് കൊണ്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ് അല്ലേ. പക്ഷേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് പറയാൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ടുള്ള കണ്ടന്റും വിട്ടുകളയത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും അവിടെ സേവ് ചെയ്യാം. ഇനി കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പല ടെസ്റ്റ് ടേക്കേഴ്സും എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഡേറ്റ, ഇപ്പം ബാർ ചാർട്ട് ആണെങ്കിലും ലൈൻ ചാർട്ട് ആണെങ്കിലും ഈ തന്നിരിക്കുന്ന ഡേറ്റകൾ എല്ലാം തന്നെ ആ ഇമേജിലുള്ള എല്ലാം തന്നെ പറയാൻ ശ്രമിച്ച് ഒരു പകുതിയോളം 40 സെക്കൻഡ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പകുതിയോളം കാര്യങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങൾ ആ ഒരു 25 സെക്കൻഡ്സ് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് തരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമേജിൽ നിന്ന് ആ ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് അതിനെ 40 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് പറയത്തക്ക രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ മെയിൻലി ഡിസ്ക്രൈബ് ഇമേജ്. നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി സ്പീക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു എബിലിറ്റിയാണ് അവിടെ നോക്കുന്നത്. പിന്നെ പ്രധാനമായും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റ നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ
ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നല്ല നോക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് തന്നിട്ട് ആ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്ത് 40 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാനുള്ള എബിലിറ്റി, നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അല്ല നമ്മുടെ ആ ഒരു എന്നാ പറയുന്നത് ഈ കറക്റ്റായിട്ടുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ്, ഈ ഡേറ്റ തന്നിരിക്കുന്നുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചോ, ആ പോയിന്റ് അവിടെ സംസാരിച്ചില്ല അതുകൊണ്ട് മാർക്ക് പോകും, അങ്ങനെയില്ല. ഇപ്പോൾ ഒരു പോയിന്റ് നമ്മൾ വിട്ട് കളഞ്ഞാൽ മാർക്ക് പോകും, അങ്ങനെയല്ല. ഇതിനെ ഓർഗനൈസ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ ഇൻട്രഡക്ഷൻ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കൺക്ലൂഷനിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ലൊരു മാർക്ക് PT നിങ്ങൾക്ക് ലഭിക്കും. ഡിസ്ക്രൈബ് ഇമേജിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യു ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ടോക്ക് എവറിത്തിങ്. എല്ലാം നിങ്ങൾ ഈ ഇമേജ് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണമെന്നില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഇപ്പോൾ നോക്കൂ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോയാൽ അതിൻ്റെ ഒരു കുഴപ്പം എന്തായിരിക്കും? നിങ്ങൾ എല്ലാ ഡീറ്റെയിലും എഴുതി എല്ലാം നോക്കി നിങ്ങൾക്ക് 40 സെക്കൻഡ്സിൽ അത് തീർക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൺസ്ട്രെയിനും ആ ഒരു ഫോക്കസും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ഇമേജിൽ ചിലപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാനൊരു ബാർ ചാർട്ട് ഒരു എക്സാമ്പിളായിട്ട് തന്നു, അതിനകത്തുള്ള എല്ലാ ഇമേജും എക്സ് ആക്സിസിലെയും Y ആക്സിസിലെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയാൻ പോയാൽ നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല, അതിനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾക്ക് പറയാനും പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്രീനിലോട്ട് നോക്കിയാൽ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പൈ ചാർട്ട് കാണാം അല്ലേ? ഈ പൈ ചാർട്ടിനകത്ത് സഫാരി, ഓപ്ര, ആൻഡ്രോയിഡ് ഇങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പെർസെൻറ്റേജും കൊടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബ്രൗസർ യൂസേജ് ഓൺ വിക്കിമീഡിയ October 11 എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷനിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തത് ഡിസ്ക്രിപ്ഷൻ, മൂന്നാമത്തത് ഒരു യുണീക്ക് ഫീച്ചർ കണ്ടുപിടിക്കുക, നാലാമത്തത് കൺക്ലൂഷൻ. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഈ ടൈറ്റിൽ തന്നിരിക്കുന്നത് ബ്രൗസർ യൂസേജ് ഓൺ വിക്കിമീഡിയ October 11 നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് എടുക്കാം. എങ്ങനെ? ദ ഇമേജ് ഡിസ്ക്രൈബ് ബ്രൗസർ യൂസേജ് ഓൺ വിക്കിമീഡിയ ഇൻ October 2011 എന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് ദ ഇമേജ് ഡിസ്ക്രൈബ്സ് ഇല്ലുസ്ട്രേറ്റ്സ് അവർ നമുക്ക് കൊടുക്കാം. ദ ഇമേജ് ഡിസ്ക്രൈബ്സ് ബ്രൗസർ യൂസേജ് ഓൺ വിക്കിമീഡിയ ഇൻ October 2011. ഇനി ഡിസ്ക്രിപ്ഷൻ അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഇതിനകത്ത് കീവേഡ്സ് ആയിട്ട് ആൻഡ്രോയിഡ്, ഓപ്ര, സഫാരി, ക്രോം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെ? ദ ബ്രൗസർ യൂസേജ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻക്ലൂഡിംഗ് ഫയർഫോക്സ്, ക്രോം, സഫാരി, ഓപ്ര, ആൻഡ്രോയിഡ് ആസ് വെൽ ആസ് അതേഴ്സ് ഇൻ പെർസെൻറ്റേജ്. ഒക്കെ പെർസെൻറ്റേജ് ഇവയെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വേണം നമുക്ക് ബോഡി സെൻറ്റൻസ് ആക്കാം. ഇനി ബോഡി സെൻറ്റൻസ് രണ്ടാമത്തെ ഒരു ബോഡി സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കിക്കേ. ഇതിനകത്ത് എന്താണ് ഒരു യുണീക്ക് ഫീച്ചർ? ഈ ഒരു ഗ്രാഫിനകത്ത് എന്തൊക്കെ യുണീക്ക് ഫീച്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഇറ്റ് ക്യാൻ ബി ക്ലിയർലി സീൻ ദാറ്റ് കാറ്റഗറി IE കോൺട്രിബ്യൂട്ട്സ് എ മാക്സിമം വിച്ച് ഇസ് 34.2%, whereas Android contributes the minimum which is 1.9%. അതായത് ഇതിനകത്ത് നമ്മൾ എന്താണ് എടുത്തത്? ഏറ്റവും മാക്സിമം വാല്യൂ എടുത്തു, ഏറ്റവും മിനിമം വാല്യൂ എടുത്തു അല്ലേ? അതായത് ഡിസ്ക്രിപ്ഷനിൽ ഒന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ എടുക്കാം? ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പം അതായത് ഡിസ്റ്റിങ്ക്യൂഷിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് എടുക്കാം. ഒന്നെങ്കിൽ ഏറ്റവും വലിയ ഹൈറ്റ് പറയുവാണെങ്കിൽ അതെടുക്കാം, ലോവസ്റ്റ്, മോസ്റ്റ്, ലീസ്റ്റ്, മാക്സിമം, മിനിമം, ഇൻക്രീസ്, ഡിക്രീസ്, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടിയതും ആയ ആൻഡ്രോയിഡും ഏറ്റവും കൂടിയതുമായ IEയും കുറവായ ആൻഡ്രോയിഡുമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നോക്കി, ഇറ്റ് ക്യാൻ ബി ക്ലിയർലി സീൻ ദാറ്റ് കാറ്റഗറി IE കോൺട്രിബ്യൂട്ട്സ് ദ മാക്സിമം വിച്ച് ഇസ് 34.2%, whereas Android contributes the minimum which is 1.9%. ഇനി ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്യുക. നമ്മളല്ലേ കൺക്ലൂഷൻ നമ്മൾ എന്താ കൊടുക്കുക? അത് വളരെ സിമ്പിൾ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? ഒന്നെങ്കിൽ ടോപ്പിക്ക് നമുക്ക് റീഎംഫസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഇതിനകത്ത് നോക്കി, ആഫ്റ്റർ അനലൈസിംഗ് ദ കീ ആസ്പെക്ട് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദിസ് പൈ ചാർട്ട് ഷോസ് ദ ക്രൂഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബ്രൗസർ യൂസേജ് ഓൺ വിക്കിമീഡിയ ഇൻ October 2011 വിച്ച് ഇസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ബൈ ദ ഡേറ്റ ആൻഡ് ഫാക്ട്സ്. ഡേറ്റയും ഫാക്ട്സും കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ബ്രൗസർ യൂസേജ് ഓൺ വിക്കിമീഡിയ ഇൻ October 2011. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് ഒത്തിരി ഉണ്ട് ഇല്ല, നമുക്കിത് 40 സെക്കൻഡ്സിനുള്ളിൽ പറഞ്ഞ് നമുക്ക് തീർക്കാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രൈബ് ഇമേജിൽ ഓർഗനൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ടൈറ്റിൽ ഇൻട്രൊഡക്ഷനിൽ ഉൾക്കൊള്ളിക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് കീവേഡ്സ് എല്ലാം എടുത്ത് പറയാം, പിന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലേ, ഡിസ്റ്റിങ്ക്യൂഷിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ്, എന്തെങ്കിലും ഏറ്റവും മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ, മോസ്റ്റ്, ലീസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഒരു എന്താ പറയുക ചാർട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഒന്നുകൂടെ റീഎംഫസൈസ് ചെയ്യുക കൺക്ലൂഷൻ അല്ലേ. ഇതൊക്കെ നമ്മൾ
ടൈറ്റിലിനോട് നമ്മളിതെല്ലാം പറഞ്ഞത് കറക്റ്റാണ്, റീ എംഫസൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒരു 40 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ഇമേജ് 40 സെക്കൻഡ്സിനുള്ളിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡിസ്ക്രൈബ് ഇമേജ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം 25 സെക്കൻഡ്സ് ആണ് ക്വസ്റ്റ്യൻ തരുന്നത്. പിന്നെ 40 സെക്കൻഡ്സോളം നിങ്ങൾ സംസാരിക്കണം. ട്രൈ ടു സ്പീക്ക് 40 സെക്കൻഡ്സ്. 40 സെക്കൻഡ്സ് മൊത്തത്തോടെ സ്പീക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കോണ്ടന്റ്, ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, ഇത് മൂന്നിനും മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ 40 സെക്കൻഡ്സോളം നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇമേജിൻ്റെ എല്ലാ കീവേഡ്സും പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, കാരണം അത് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ചിലപ്പോൾ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ല നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് നഷ്ടപ്പെടാം, ടൈമും പോയെന്ന് വരാം. അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഓർഗനൈസ് ചെയ്ത് നിങ്ങൾ ചാർട്ട് എന്താണെന്ന് നോക്കി ഓർഗനൈസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നോക്കി ഇതുപോലെ നിങ്ങൾ പറയാൻ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇമേജസ് വരാം കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഫ്ലോ ചാർട്ട്, മാപ്സ്, പിന്നെ ലൈൻ ഗ്രാഫ്, ഇമേജസ്, ഇതൊക്കെ നിങ്ങൾക്ക് വരാം. അപ്പം 2 ലൈൻ ഗ്രാഫ് ഒക്കെ വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പറയേണ്ട കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഓരോ ഇമേജും ഓരോ ഗ്രാഫും ഞങ്ങൾ ഓരോ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് വന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.